കാര്യമില്ല. കാര്യം അതാണല്ലോ ദേവ് മറ്റേ ഞങ്ങളുടെ ഒരു മാനേജറിന്റെ ആദ്യം വിളിച്ചിരിക്കുന്ന ഒരു വോയിസ് നോട്ടിലുണ്ടല്ലോ. ആ കുട്ടി പറയുന്നുണ്ടല്ലോ സിഇഒയുടെ ഒരു രീതി വെച്ചിട്ട് അങ്ങനത്തെ ഒരു മാർക്കറ്റിംഗ് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ഒന്നെങ്കിൽ ഈ ജീവലക്ഷ്മി, കല്യാണി മറ്റേ സ്റ്റാഫുകളുടെ അടുത്ത് നേരത്തെ ചോദിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഞങ്ങൾ അന്വേഷിച്ചിട്ടില്ല. ഞാൻ എന്റെ അടുത്ത് വന്ന് സംസാരിച്ച കാര്യം ഞാൻ ഈ പറയണത്. എന്താ അവര് അതും പറഞ്ഞേ? ആദ്യം അതൊരു 3-4 മാസം മുന്നേ. അത് ഇപ്പൊന്നല്ല 3-4 മാസം മുന്നേ പ്രൊഡക്ട്സ് ആദ്യം അയച്ചു തരുവോ? ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് പറയാൻ വന്നിരിക്കുന്നു കല്യാണിയുടെ ഒരു കാര്യം തന്നെയാണ് കേട്ടോ. ഞാൻ നിലു ഷെരീഫ് ഡോക്ടറിൻ്റെ ഒരു വോയിസ് കേട്ടായിരുന്നു ഒരു യൂട്യൂബ് ചാനലിലൂടെ. സോ ഞാനത് കേട്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ അത്ഭുതമായിപ്പോയി. കാരണം വെച്ചാൽ ഈ കല്യാണി, ഒന്നാമത്തെ കാര്യം ഈ കല്യാണി എന്ന് പറയണത് ഇവർക്ക് ഇത്ര ബോധമില്ലേ എന്നൊരു സംഭവമാണ് തോന്നിയത്. രണ്ടെന്ന് പറയണത് ഈ കല്യാണി എന്തൊക്കെ കള്ളത്തരങ്ങളാണ് നമ്മളോട് വന്ന് പറയുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഈ കല്യാണിയുടെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഷോർട്ട് വീഡിയോയിൽ വന്നിട്ട് ഈ കല്യാണി ഏതൊരു അന്തം മേ ബി കല്യാണിക്ക് അറിയാവുന്ന ആൾക്കാരാണോ എന്തോ സംതിങ് എനിക്കറിയത്തില്ല. എനിക്ക് വന്നിട്ട് ഒരാൾ കമൻറ്റ് ചെയ്തേക്കണേണ്, കല്യാണി ചേച്ചി അത് കാണിക്കുന്നത്, അതായത് വീഡിയോസിൽ പറയുന്നതും പറയാതെ ഇരിക്കുന്നതൊക്കെ കല്യാണി ചേച്ചിയുടെ ഇഷ്ടമല്ലേ, അതിൽ നിങ്ങളെന്തിനാ കൈകടത്താൻ നിൽക്കണത്, നിങ്ങൾക്ക് എന്ത് കിട്ടാനാണ്, അങ്ങനെ ഒരു കമൻറ്റ് എനിക്ക് വന്നു. അപ്പം ഞാനപ്പോൾ അവരോട് ഞാൻ അത്തരത്തേക്ക് ഞാൻ തിരിച്ച് കമൻറ്റ് ചെയ്തു. അന്ന് അവരാദ്യമേ ഈ ഷോർട്ട് വീഡിയോ ഇടേണ്ട ആവശ്യമില്ലായിരുന്നു. കല്യാണിക്ക് ആ വീഡിയോ കാണിക്കുന്നതും കാണിക്കാത്തതൊക്കെ കല്യാണിയുടെ ഇഷ്ടമാണ്. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഇതിനെക്കുറിച്ചൊരു വ്യക്തതയും ധാരണയും ഒന്നും ഇല്ലായിരുന്നെങ്കിൽ കല്യാണി അങ്ങനെ ഒരു ഷോർട്ട് വീഡിയോയെ ഇടരുതായിരുന്നു. എന്നിട്ട് രണ്ടാമത്തെ വീഡിയോയിൽ അപ്പം അങ്ങനെയാണ് ഞാൻ കമൻറ്റ് കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് കല്യാണി നമ്മളടുത്ത് എക്സ്പ്ലനേഷൻ വീഡിയോ എന്ന് പറഞ്ഞതിനകത്ത് കല്യാണി എന്താണ് പറഞ്ഞിരിക്കുന്നത്? കല്യാണി പറഞ്ഞിരിക്കുന്നത് മറ്റൊന്നുമല്ല, അവിടെ ഒരു ട്രീറ്റ്മെൻറ്റും ഞാൻ ചെയ്തിട്ടില്ല. ആകെ ചെയ്തേക്കുന്നത് ഇതാണ്, അവരുടെ ഫേസിലൊന്ന് ഇൻജെക്റ്റ് ചെയ്തപ്പോഴത്തേനും അവരുടെ ഫേസിൽ ഭയങ്കരമായിട്ടും അത് റിയാക്ഷൻ ഉണ്ടായെന്നൊക്കെയാണ് കല്യാണി വന്ന് പറഞ്ഞിരിക്കുന്നത്. അതിന് ഡോക്ടർ അതിൻ്റേതായ മെഡിസിൻസും പറഞ്ഞിട്ടുണ്ട്. ആ മെഡിസിൻസിനാണെങ്കിൽ ഭയങ്കര വിലയുമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നല്ല മഴയാണ്, അതുകൊണ്ട് കറണ്ട് ഇല്ല. സോ ഇത് കേട്ടിട്ട് എനിക്കൊന്നും പറയാതിരിക്കാൻ തോന്നില്ല. അതുകൊണ്ടാട്ടോ ഞാൻ ഈ വെളിച്ചത്തിൽ വന്നിട്ട് നിങ്ങളോട് സംസാരിക്കുന്നത്. സോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. അപ്പം അത്രയും. എന്നിട്ട് ഡോക്ടർ വ്യക്തമായിട്ട് വന്നിട്ട് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ വോയിസ് ഞാൻ ഇതിൻ്റെ പുറകെ വെക്കാം. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ കുറച്ച് നാളെയാണ് ഞാൻ ഡെർമറ്റോളജിയിൽ ഞാൻ സ്റ്റാഫായിട്ട് നിന്നിട്ടുള്ളതാണ്. ഞാൻ പുറത്ത് വർക്ക് ചെയ്ത സമയത്ത് കേട്ടോ. ആ ടൈമിൽ അപ്പോൾ നമുക്കറിയാം ഈ എന്താണ് അവിടെ നമ്മൾ ഇപ്പോൾ ഈ ഡോക്ടർ പറയുന്നതൊക്കെ ശരിയായിട്ടുള്ള കാര്യം. നമ്മുടെ റൂമിൽ, അതായത് കൺസൾട്ടേഷൻ റൂമിലൊന്നും ഈ ക്യാമറ കൊണ്ട് വെക്കത്തില്ല. ആകെ കോമൺ ഏരിയാസിലായിരിക്കും കൊണ്ട് വെക്കുന്നത്. നമ്മുടെ ബോഡിയിൽ ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയല്ല പറയണത്. അപ്പോഴത്തേക്കും ആരെങ്കിലും അവിടെ കൊണ്ടുപോയിട്ട് ഈ ക്യാമറ കൊണ്ട് വെക്കുമോ? ഈ കല്യാണിക്ക് ഇത്ര ബോധമില്ലെന്ന് ഞാൻ വിചാരിക്കണം ഫസ്റ്റ്. രണ്ടാമത്തെ കല്യാണി പറയുന്നുണ്ട് ഞാൻ വേറെ ഒരു ട്രീറ്റ്മെൻറ്റും ചെയ്തിട്ടില്ല അവിടെ നിന്ന് പറയുന്നുണ്ട്. അവിടെ ആ ഡോക്ടർ വ്യക്തമായിട്ട് പറയുന്നത് കൺസെൻറ്റ് ഫോമിൽ സൈൻ ചെയ്യിക്കുന്നുണ്ടെന്ന്. ഈ കല്യാണിക്ക് ഇത്രയും വിവരമില്ലേന്ന് ഞാൻ വിചാരിക്കും. ഇത്രയും ഫോളോവേഴ്സും ഇത്രയും സബ്സ്ക്രൈബേഴ്സും ഉള്ള ഒരു യൂട്യൂബർ അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസർ ആയിട്ട് കല്യാണിക്ക് അതിൻ്റെ പോലും ഒരു അല്പം പോലും ഒരു വിവരം ഇല്ലേന്ന് ഞാൻ വിചാരിക്കുന്നത്. അതിലും കല്യാണിയുടെ ഹസ്ബൻഡാണെങ്കിലും ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടൊരു മനുഷ്യനല്ലേ, അദ്ദേഹത്തിനും ഇല്ലേന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അതായത് നമുക്ക് ആ ഡോക്ടറിൻ്റെ ഒരു വോയിസ് ഉണ്ടല്ലോ, അത് നിങ്ങൾ കേട്ട് നോക്കണം. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും, അതായത് ഈ കല്യാണിയുടെ വിഷയത്തിൽ നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഈ ഒരു ഡോക്ടറിൻ്റെ വോയിസ് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഡൗട്ട് അങ്ങ് ക്ലിയർ ആവും. അപ്പം നമുക്കതൊന്ന് കേട്ട് നോക്കാം. എന്ന് ചോദിച്ച് അയച്ചു തരുമോ എന്ന് ചോദിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ ഒരു എൻഡോഴ്സ്മെന്റ് നമുക്കില്ല. നമ്മൾ ഒരു ഇൻഫ്ലുവൻസേഴ്സിനെയും കൊണ്ട് അങ്ങനെ ഒരു പ്രൊഡക്ട്സ് പ്രൊസീജിയർ ഫോർഗെറ്റ് ഇറ്റ്. അതല്ലാതെ തന്നെ പ്രൊഡക്ട്സുകൾ നമ്മൾ അയച്ചു കൊടുത്ത് അങ്ങനെ ഒരു പ്രൊമോഷൻസ് ഒന്നും ഇല്ല. അപ്പോൾ ഇല്ല ജീവലക്ഷ്മി. എനിക്കിപ്പോൾ നല്ല ഓർമ്മയുണ്ട്. അത് ഏത് മാസം എന്നുള്ളതൊക്കെ കറക്റ്റ് പിൻ ഡൗൺ ചെയ്ത് ഓർമ്മ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അത് അന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ മെയ് 30 അവർ ഡയറക്റ്റ് ആയിട്ട് വരികയാണ് ചെയ്തത്. വന്നിട്ട് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഡോക്ടറെ ഞങ്ങൾ ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടു. ഈ പറഞ്ഞ വരി ഇത്ര ഒന്നും റേറ്റ് അവിടെ ഇല്ല. ഓക്കെ, ആ റേറ്റ് അവിടെ ഇല്ലാത്ത പക്ഷം ഒന്നുകിൽ പറഞ്ഞ വരി നമുക്ക് അവിടെ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഒന്നുകിൽ ഡോക്ടറിന്റെ ഈ പറഞ്ഞ ഒരു പ്രോട്ടോകോൾസോ അല്ലെങ്കിൽ ഫയൽസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹാർഡ് കോപ്പി ഫയൽസോ അല്ലെങ്കിൽ നിങ്ങൾ എന്താ ഇവരെ മുന്നോട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചതും കാര്യങ്ങളൊക്കെ ഒന്ന് തരണം, പേപ്പറായിട്ട് തരണോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ഫ്രീ ആയിട്ട് കൊളാബ് തരണം. ഓക്കെ, സോ ബേസിക്കലി വാട്ട് വാസ് അതല്ലേ മെയ് 30 ഫൂട്ടേജ് അവർക്ക് റിലീസ് ചെയ്യാൻ പറയുന്നത് എന്നോടാ പറയുന്നത്. അതുകൊണ്ടാണ് ഒരു മെയ് 1 വന്ന് ബില്ല് ചോദിച്ചു എന്ന് പറയുന്നത്. മെയ് 30 എന്നോട് സംസാരിച്ചു. ഞാൻ തിരുവനന്തപുരത്തുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തത്. എന്നോട് സംസാരിച്ച കാര്യങ്ങളല്ലേ ഈ പറഞ്ഞത് ഞാന്. അപ്പൊ അതൊരു കൺസൾട്ടേഷൻ റൂമിൽ ഇരിക്കുന്ന രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു ആർഗ്യുമെന്റ് വേണ്ട. ഞാനിപ്പോ നോണ പറയണം തന്നെ വിചാരിക്കുക. നാട്ടിലിപ്പോ കോമൺ സെൻസ് ഉള്ളവന്മാരൊക്കെ ഉണ്ടല്ലോ, നോണ പറയണം തന്നെ വിചാരിക്കുക. എന്തിനാ പിന്നെ അവർ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിയേ? ബില്ല് മാത്രം ചോദിച്ചിട്ടോ എന്നോട്?
ബില്ല് തരും എന്ന് പറഞ്ഞിട്ടാണോ നേരെ കൺസൾട്ടേഷൻ റൂമിൽ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിയത്? ഈ വേറൊരു കാര്യം കൂടി സമയം ചോദിക്കട്ടെ. ഈ May 13 എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ന് June 24 സംതിങ് അല്ലേ? ഉം. അപ്പോഴത്തേക്ക് കൺസൾട്ടേഷൻ റൂമിൽ CCTV കാണത്തില്ലേ? കൺസൾട്ടേഷൻ റൂമിൽ എന്തെങ്കിലും CCTV ഉണ്ട്. കൺസൾട്ടേഷൻ റൂമിലെ അന്നേരം CCTVകൾ ഞങ്ങൾ കട്ട് ചെയ്ത് വെച്ചേക്കുക. കാരണം കൺസൾട്ടേഷൻ റൂമിലുള്ള ഒരൊറ്റ CCTVസും നമ്മുടെ ഒരു ക്ലിനിക്സിലും വർക്ക് ചെയ്യിപ്പിക്കാത്ത എന്താ വെച്ചാൽ, ഈ ക്ലിനിക്കൊക്കെ പ്ലാൻ ചെയ്ത സമയത്ത് നമ്മുടെ എഞ്ചിനീയർ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. പ്രൊസീജിയർ റൂംസിൽ മാത്രം വെച്ചപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ആദ്യത്തെ ഇൻസ്ട്രക്ഷൻസ് പ്രൊസീജിയർ റൂംസിൽ ഒന്നും CCTV പാടില്ല എന്നുള്ള നമ്മുടെ ആർക്കിടെക്റ്റിന്റെ കൊടുത്തപ്പോൾ അയാൾ കൊണ്ട് കൺസൾട്ടേഷൻ റൂമിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കൺസൾട്ടേഷൻ റൂമിൽ വെച്ചപ്പോൾ ഞങ്ങൾ ക്യാമറ കട്ട് ഓഫ് ചെയ്തു. കട്ട് ഓഫ് ചെയ്തതിനുള്ള ഉത്തരം ഇതാണ്. ഒരാൾ വന്ന് കൺസൾട്ടേഷൻ റൂമിൽ എനിക്ക് വന്ന് അവരുടെ ബോഡിയിലത്തെ പാർട്സ് ഒക്കെ മറ്റേ മാർക്കുകളൊക്കെ കാണിച്ചു തരുമ്പോൾ അത് ക്യാമറയിൽ പതിയാൻ പാടുമോ? ഇല്ലല്ലോ. ഓക്കെ. അതുകൊണ്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പുറത്ത് ഈ പറഞ്ഞ പോലെ ഈ ഉള്ളിൽ എന്താ കോമൺ ഏരിയയിലുള്ള മനസ്സിലായി, CCTV മനസ്സിലായി. കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഫുട്ടേജസ് ഉള്ളൂ. ഈ അതിൽ ഞാൻ CCTV വേറെ തന്നെ കാര്യം ഓഡിയോ പറയാം. റെക്കോർഡിംഗ് ഉള്ളതാണോ പുറത്ത് വെച്ചിട്ടുള്ളത്? ഇല്ല. അത് ദേ ഞങ്ങൾ ഇപ്പൊ ഫുൾ കംപ്ലീറ്റ്ലി ഇപ്പൊ റീവാമ്പ് ചെയ്ത ഓഡിയോ കൂടി കേട്ടിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഇതിപ്പോ രണ്ടാമത്തെ ഒരു ഞങ്ങൾക്ക് ഇപ്പൊ ഇത്രയും കാലയളവിൽ നമ്മൾ ബിസിനസ് ചെയ്തിട്ട് നമുക്ക് ഇന്നേ വരെ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടില്ല. ഇങ്ങനൊരു വിഷയം ഉണ്ടാവുമ്പോഴാണ് നമ്മളൊക്കെ ആലോചിക്കുള്ളൂ. ഓഡിയോ സിസ്റ്റം കൂടെ വെക്കും. നമ്മൾ അതൊക്കെ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. കാരണം ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴല്ലേ ബിസിനസ്സിൽ മനസ്സിലാവുക. ഇതും കൂടെ അതെ, വെക്കുന്നത് അതെ. ആരെങ്കിലും സ്വപ്നത്തിൽ കൂടെ വിചാരിച്ചിട്ടുണ്ടോ? ഒരാൾ വന്ന് കൊളാബ് ചോദിച്ചു. അവർക്ക് മുന്നോട്ട് കാര്യങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടണം. ഇല്ലെങ്കിൽ നമ്മുടെ ഈ ഹാർഡ് കോപ്പി വേണമെന്നുള്ള പറഞ്ഞതിന്റെ പേരിൽ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നുള്ളത് ആ കുട്ടിക്ക് എന്താ വല്ല മുഖത്ത് ഞങ്ങൾ പൊള്ളൽ വരുത്തിച്ചിട്ടുണ്ടോ? ആ അല്ല, വന്ന അതാ സ്കിന്നിൽ ഞാൻ ചോദിക്കാൻ വന്നത്. ഈ അവരിപ്പോ പറയുന്നത് പാരമ്പര്യമായിട്ട് ഒരു കറുത്ത പാട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ മാമും അത് മറ്റേ സ്റ്റാഫ് കുട്ടിയും പറയുന്നത് സ്റ്റെറോയിഡ് യൂസ് ചെയ്തിട്ടാണ് അവർക്കത് പറ്റിയത്. അതിന്റെ ഒരു സംഭവം എന്താ? ഈ 8 കൊല്ലം ഞാൻ കണ്ടു ആ വീഡിയോ. 8 കൊല്ലന്നോ പാരമ്പര്യമായിട്ട് ഉള്ളൊരു പാട്. ഓക്കെ. ആ പാട് 8 കൊല്ലമായിട്ടാണ് ആള് ആദ്യം ഇട്ടിരിക്കുന്ന വീഡിയോ എന്താണ്? എനിക്കൊരു മുഖത്തൊരു പാട് വന്നപ്പോൾ ഞാനൊരു ഡെർമറ്റോളജിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് കാണിക്കാൻ നോക്കി. അപ്പൊ ഈ 8 കൊല്ലമായിട്ട് ഒരു ഡെർമറ്റോളജിസ്റ്റിനും പോയി കാണിച്ചിട്ടില്ലേ? അത് ആ സ്റ്റിറോയിഡ് ക്രീമിന്റെ എന്താണ് ആ സ്റ്റിറോയിഡ് ക്രീം ഉപയോഗിച്ചെന്നും എത്ര നാളത് ഉപയോഗിച്ചു എന്നുള്ളത് കൃത്യം കണക്ക് നമ്മുടെ മെഡിക്കൽ ഹിസ്റ്ററിയിലുണ്ട്. വേറെയും കുറെ മെഡിക്കൽ കാര്യങ്ങളുണ്ട്, ഹിസ്റ്ററീസിലുണ്ട്. അപ്പം ഇപ്പൊ ഈ നടക്കുന്നത് പാട് വന്നത് ഈ പറയുന്ന പാരമ്പര്യമായിട്ടുള്ളതല്ല. ഈ സ്റ്റെറോയിഡ് യൂസ് ചെയ്തതിന് ശേഷം വന്നതാണ്. അല്ലല്ലല്ലല്ല. ആ കുട്ടിയെ 2 കാര്യം ഇവിടെ കാണിക്കുന്നത്. ഒന്ന്, ആള് അച്ഛന്റെ പാട് എന്ന് വന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം മൂപ്പര് ഈ സൈഡിലുള്ള ഒരു മെലാസ്മ എന്ന് പറഞ്ഞ നമ്മളൊരു പിഗ്മെന്റേഷൻ വന്ന കാര്യം ഒന്ന്. അതാണ് ഇപ്പൊ ആള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 8 മാസം അതിനല്ല ഇവിടെ ചികിത്സയ്ക്ക് വന്നത്. ഓക്കെ. മൊത്തമായിട്ടുള്ള ഒരു സ്കിന്നിന്റെ വേറൊരു മൊത്തം സ്കിൻ ബാരിയർ അത് ഞങ്ങളുടെ മാനേജറും പറഞ്ഞല്ലോ അതിന്. അത് സ്കിൻ മനസ്സിലായി. ബാരിയർ എന്ന് വെച്ചാൽ ബാരിയർ എന്ന് പറഞ്ഞാൽ മുഖത്തുള്ളൊരു പാത്രത്തിന് ടെഫ്ലോൺ കോട്ടിംഗ് പോലെ നമുക്കൊരു ഒരു പ്രതിരോധ ശക്തി തരുന്ന ഒരു കോട്ടിംഗ് ഉണ്ട് സ്കിന്നിന്. അത് പോയി. അതുകൊണ്ടാണ് എന്ത് തേക്കുമ്പോഴും ആൾക്ക് റിയാക്ഷൻ വരുന്നത്. അത് കുറേ പ്രൊഡക്ട്സ് ഉപയോഗിച്ചാൽ മിക്ക ആൾക്കാർക്ക് അത് പ്രശ്നം വരാറുണ്ട്. നമ്മുടെ ക്ലിനിക്കിലാണെങ്കിലും ഈ ചെറിയ കുട്ടികൾ ഈ കൊറിയൻ പ്രൊഡക്ട്സുകളൊക്കെ കുറേ പ്രൊഡക്ട്സ് ഉപയോഗിച്ച് വരുമ്പോൾ ആ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. ഈ 20 വയസ്സിന് താഴെയും 20 വയസ്സ് ഏർലി 20s ഉള്ള ആൾക്കാരുടെ അടുത്ത് ഞങ്ങൾ പറയുന്നതാണ് ആ പ്രൊഡക്ട്സ് ആണ് നിർത്തിയാൽ മതി. അപ്പോൾ സെൽഫായിട്ട് സ്കിന്ന് റിപ്പയർ ചെയ്യും. ജീവലക്ഷ്മിക്ക് 20 വയസ്സല്ല 18 വയസ്സല്ലല്ലോ. ആ 18 വയസ്സല്ലാത്തത് കൊണ്ട് ആ സ്കിന്നിനെ സെൽഫ് റിപ്പയർ ചെയ്യിപ്പിക്കാനുള്ള ഒരു സമയം ഇല്ലെങ്കിൽ അതിന്റെ ഉള്ളിൽ നിന്നുള്ള ഒരു റിപ്പയറിംഗ് ക്വാളിറ്റി ചിലപ്പോൾ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഗ്ലൂട്ടത്താൻ ഇൻഫ്യൂസ് ചെയ്യുന്നത്. എന്നാൽ ഞാൻ ഒരു കാര്യം ഈ 8 മാസത്തിലെ നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നതാ. 8 മാസത്തിൽ ഒരൊറ്റ പ്രൊസീജിയർ ഞങ്ങൾ മുഖത്തിന് മേലെ ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഇന്റേണലി നമ്മൾ കറക്റ്റ് ചെയ്യിപ്പിക്കാൻ നോക്കുകയാണ് ആ സ്കിന്ന്. ആ ഒരൊറ്റ ബാക്കി എല്ലാ കോസ്മെറ്റോളജി ക്ലിനിക്സിനൊന്നും നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. മനസ്സിലായി. എന്തുമാതിരി പ്രൊസീജിയർ ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ മെഡിക്കൽ റിപ്പോർട്ട്സ് എല്ലാം ഇതിന്റെ ഇരിപ്പുണ്ടോ? ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സാധൂകരിക്കുന്ന തരത്തിലുള്ള? എല്ലാം ഉണ്ട്. എന്താണ് ആ കുട്ടി ചെയ്തിരിക്കുന്നത്? കുട്ടി വേറൊരു ശുദ്ധ നുണ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ? ഈ സ്കിന്നിന്റെ ട്രീറ്റ്മെന്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്നുള്ളതല്ലേ? അതെ, അതെ. അപ്പൊ ഞാൻ ആലോചിക്കണേ എന്തുമാതിരി വിഡ്ഢിയായിരിക്കണം അതങ്ങനെ പറയണമെങ്കിൽ. കാരണം സ്കിന്നിന്റെ ട്രീറ്റ്മെന്റ് അല്ലാതെ വേറെ ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യങ്ങളൊക്കെ കുറച്ച് ചെയ്തിട്ടുണ്ട്. ആ ചെയ്ത കാര്യത്തിന്റെയൊക്കെ മെഡിക്കൽ റെക്കോർഡ്സ് ഞങ്ങളുടെ കയ്യിലുണ്ടല്ലോ. അതിന്റെ എല്ലാത്തിനും ബില്ലുണ്ടല്ലോ. നിങ്ങൾക്കിപ്പോ ഒരു വേണ്ട ഉദാഹരണം ഞാൻ പറയണം. മുഖത്തൊരു പാട് വന്ന് മാറ്റാൻ വന്ന ഒരാള്. ഓക്കെ. ഇത് ഹൈപ്പോത്തറ്റിക്കലി മനസ്സിലാക്കും. ഇപ്പൊ നിങ്ങൾ അനന്ത് വന്നിട്ട് മുഖത്തൊരു പാടുണ്ടെന്ന് പറഞ്ഞു വന്നു. ആ പാട് എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് പറഞ്ഞു തരേണ്ട ഒരാളാണ് ഞാൻ. അതിനൊരു ട്രീറ്റ്മെന്റും എന്താന്നുള്ളത് മുന്നോട്ട് പറയണം. പക്ഷെ പരസ്യം പോലെ പിറ്റേ ദിവസത്തെ ശരിയാവില്ലല്ലോ. ശരിയാവില്ല. അപ്പൊ ഒരു 3, 4 മാസം കഴിയുമ്പോൾ അതങ്ങട് ശരിയാവും. ഈ 4 മാസത്തിനുള്ളിൽ ശരിയായിട്ടില്ലെങ്കിൽ അവർക്ക് ഒച്ചയുണ്ടാക്കാം. കറക്റ്റ്. ഇല്ലെങ്കിൽ അവർക്ക് ഞങ്ങളുടെ അടുത്ത് നിർത്തിപ്പോവാം. ഈ 4 മാസം കഴിഞ്ഞപ്പോൾ അവര് ഹാപ്പിയായി പാടുന്ന ആ മുഖത്ത് ഈ പറഞ്ഞ പോലെ ആ ബാരിയറിനൊന്നും പ്രശ്നമില്ലാതെ അത് കറക്റ്റ് ആക്കി കൊടുത്തു കഴിഞ്ഞിട്ട് ഈ മുഖത്തെ പാട് മാറ്റാൻ വന്നവൻ പിന്നെ മുടി വളർച്ചയ്ക്ക് വേണ്ടിയിട്ടോ ഇല്ലെങ്കിൽ ലേസർ ഹെയർ റിമൂവലിന് വേണ്ടിയിട്ടോ ഇല്ലെങ്കിൽ ഈ പറഞ്ഞവര് വേറെന്താ മൈക്രോ ഡെർമാബ്രേഷന് വേണ്ടിയിട്ടോ വേറെ എന്തെങ്കിലുമൊക്കെ സന്തോഷം വന്ന് അവർ വേറെ ചെയ്തിട്ടുണ്ടാവുമല്ലോ. അതെ, ആ അതെ, ചെയ്തതിന്റെ എല്ലാത്തിനും കൺസെന്റ് ഫോം അവർ ഒപ്പിട്ടിട്ടുണ്ടാവല്ലോ അവരൊപ്പ്. അതിന്റെ അതെ. കൂടെ ഞങ്ങൾ അത് ചെയ്തിരിക്കുന്ന മരുന്ന് എന്താന്നുള്ളതും ഇല്ലെങ്കിൽ അതിനെന്താ ചെയ്തിരിക്കുന്നതിനുള്ള ഇൻവെന്ററിയിൽ നിന്ന് പോയിരിക്കുന്ന ഒരു സാധനം ഉണ്ടാവുമല്ലോ. ഉം. അത് ബില്ലിലും ഉണ്ടാവുമല്ലോ. പിന്നെ ഉറപ്പായിട്ടും. എങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ നുണ പറയാൻ പറ്റുക? ഞാൻ വേറെ ഒന്നും അവിടുന്ന് ചെയ്തിട്ടില്ല എന്നുള്ളത്. അത് ഞാൻ പറയുന്നത് എന്തോ ഒരു ബുദ്ധിക്കുറവ് ആ കൊച്ചിനുള്ളത് കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. കാരണം ഞാൻ അവിടുന്ന് വേറെ ഒരു ട്രീറ്റ്മെന്റും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഞങ്ങളെ പോലത്തെ ക്ലിനിക്ക് വെറുതെ ഒരു കൺസെന്റും ഒന്നും ഇല്ലാതെ വെറുതെ ഫ്രീ ആയിട്ട് എന്തെങ്കിലും ചെയ്ത് നമ്മളെ പൊയ്ക്കോന്ന് പറയോ? ഇതിന്റെ എല്ലാത്തിനും അതെന്താ ഡോക്യുമെന്റ്സ് നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. ഇവർ ഒപ്പിട്ട് വന്നേക്കുന്നുണ്ട്. ബാക്കി ട്രീറ്റ്മെന്റ് 100% ചെയ്തതിന്റെയും മെഡിസിൻ 100% വാങ്ങിയതിന്റെ വേറെ എല്ലാത്തിന്റെയും. വശം ഞാൻ പറഞ്ഞുതരാം. ഇതില് അവർക്ക് മെയ് 30-ാം തീയതി വന്ന് അവര്
ഒച്ച ഉണ്ടാക്കുന്നതിനിടയിൽ ഭർത്താവ് ഒരു കാര്യം പറഞ്ഞിരുന്നു. എന്താ പറയാ, നിങ്ങൾ 3 ml, കാര്യം ആ കുട്ടിയുടെ മുഖത്ത് ചെയ്തിരിക്കുന്ന ഒരു പ്രൊസീജിയറിന് ഇത്ര ml സിറിഞ്ച് വേണം എന്നുള്ളതുണ്ട്. അപ്പൊ 3 ml സിറിഞ്ച് ഞങ്ങൾ എടുത്തത്. അപ്പൊ പെട്ടെന്ന് ഭർത്താവ് ചോദിച്ചു, ഈ 3 ml സിറിഞ്ച് നിങ്ങൾ കാശ് വാങ്ങിച്ചിട്ട് 2 ml കുത്തിയിട്ടുള്ളൂ എന്നുള്ളത് എങ്ങനെ അറിയാം എന്ന് ചോദിച്ചു. ആ ചോദ്യത്തിൽ എനിക്കറിയാം ഏതെങ്കിലും ഡെർമറ്റോളജിസ്റ്റ് ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയതാ അവർക്ക്. അവർ പോയിരിക്കുന്ന ഒരു ഡെർമറ്റോളജി ക്ലിനിക്കിൽ എന്താ പറയുക പറഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോൾ നിങ്ങളുടെ മുഖത്തൊന്നും കുത്തിയിട്ടുണ്ടാവില്ല കേട്ടോ. അതൊക്കെ ഉണ്ടാവില്ല നമ്മുടെ ഇൻഡസ്ട്രിയിൽ. ഇപ്പോൾ നിങ്ങളുടെ യൂട്യൂബേഴ്സിന് അവിടേക്ക് ഇവിടേക്കൊക്കെ ഒരു ഉം, പാരവെപ്പ് ഉണ്ടാവില്ലേ? ഉം, ഉം, അതുപോലെ ഉം. നമ്മുടെ ഇൻഡസ്ട്രിയിലും ഒരു ഡോക്ടർ അങ്ങനെ പറഞ്ഞു എന്ന് വിചാരിക്കും. ഞാൻ എന്താ അത് പറഞ്ഞ ഉടനെ ചെയ്തെന്നറിയോ, ആ ഫയൽ അങ്ങനെ അവർക്ക് തിരിച്ചു വെച്ച് കൊടുത്തിട്ട് 3 ml സിറിഞ്ചിന്റെ 3 സ്റ്റിക്കർ കാണിച്ചു കൊടുത്തു, ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത്. ആ സ്റ്റിക്കറിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്ന ഒരു മുഖത്ത് ഒരു സാധനം കുത്തുമ്പോൾ അത് ഏത് സിറിഞ്ച് ഏത് ബാച്ച് എന്ത് കുത്തി എന്നുള്ളത് മെഡിക്കൽ കമ്പനിക്കാരുടെ ലേബിളിംഗ് ഉണ്ട്. അത് ഞങ്ങളുടെ ഫയലിൽ ഒട്ടിക്കണം. നാളെ ഏതെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ഒരു സിറിഞ്ച് കാരണം ബുദ്ധിമുട്ടുണ്ടായാൽ അത് ഈ ബാച്ചിൽ നിന്നുള്ള സിറിഞ്ചിൽ നിന്നാണ്. അലർഗാൻ കമ്പനി എന്ന് പറയുന്നത് $multi-billion കമ്പനി, ലോകം മൊത്തമുള്ള ഒരു കമ്പനിയാണ്. ആ കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ അത് ഇതാണെന്ന് കണ്ടുപിടിക്കാൻ അത്ര സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റേഷൻ സിസ്റ്റത്തിൽ. അപ്പൊ ഞാനത് തിരിച്ച് കാണിച്ചു കൊടുത്തപ്പോൾ അവർ രണ്ടുപേരും ഇടയ്ക്കിടയ്ക്ക് നോക്കി. അപ്പൊ സംഭവം എന്താണെന്നറിയോ, ഇത് കൊളാബിൽ ഇപ്പൊ എല്ലാവരും ഇപ്പൊ യൂട്യൂബിൽ പറഞ്ഞത് കൊളാബ് ചോദിച്ചിട്ട് കിട്ടിയില്ല, കൊളാബ് ചോദിച്ചിട്ട് കിട്ടിയില്ല എന്നുള്ളത്. ഇതിന് വേറൊരു വിഷയം എന്താന്ന് വെച്ചാൽ, ആ ഡെർമറ്റോളജിസ്റ്റ് ഇവരൊന്ന് കുത്തി ഇളക്കി വിട്ടപ്പോ അവർക്ക് പെട്ടെന്ന് തോന്നി, ആഹാ ഇത് ഇത്രയും വിലയൊന്നും ഇല്ല, ഇവര് നമ്മളെ പറ്റിക്കുന്നുണ്ടോ, ആ ഒരു ചിന്തയിൽ വന്നിട്ട് അവർ വന്നിട്ട് ഞങ്ങൾക്ക് ഇത് ഇവിടുന്ന് വേണ്ട, ഇനി ബാക്കിയുള്ളതാണെങ്കിൽ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരണം, അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോട്ടോകോൾസ് ഞങ്ങൾ അപ്പുറത്ത് പോയിട്ട് ചെയ്യട്ടെ. ഇതെപ്പോഴാ ഇത് പറയുന്നത് ഈ കാര്യം? ഇതൊക്കെ മെയ് 30 എന്നോട് ഇല്ലെങ്കിൽ എന്താ അറിയോ, ഏറ്റവും ഞാൻ പറയും, എനിക്ക് സമയം ഉണ്ടായിരുന്നെങ്കിൽ ഞാനും ഈ ഒരു കാര്യത്തിന് ഞാനും ഇത് പറഞ്ഞ് ഓരോന്ന് തെളിയിപ്പിക്കായിരുന്നു. എന്ന് വെച്ചാൽ, ഒന്ന്, ജീവലക്ഷ്മി അല്ലേ ഇത് ആദ്യം ഇട്ടത്, അതിനുള്ളൊരു എവിഡൻസ് ഞങ്ങൾ ആദ്യം കൊടുത്തു. രണ്ടാമതൊരു വീഡിയോ വന്നു, അതിന് CCTV ഫുട്ടേജ് കൊടുത്തു അല്ലേ. ഇനി ഒരു കാര്യം ചെയ്യുക, ആ ബില്ല് കിട്ടിയിട്ടില്ലാന്നല്ലോ പറഞ്ഞത്. ഒരൊറ്റ കാര്യം, ജീവലക്ഷ്മി ചെയ്തിരിക്കുന്ന എല്ലാ പ്രൊസീജിയറും GPയിൽ നടത്തിയിരിക്കുന്ന എല്ലാ എമൗണ്ടും പുറത്തിട് സപ്പോർട്ടിങ് എല്ലാ. അപ്പൊ മൂപ്പർ എന്താ ചെയ്തിരിക്കുന്നതെന്നും അതിന്റെ ഉള്ള എമൗണ്ട്. അപ്പൊ എന്താ പറയുക, ഞങ്ങൾ സേഫായി. കാരണം ഞങ്ങൾ ആദ്യമായിട്ട് ബില്ല് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് സുഖമായിട്ട് ഞങ്ങൾ ഡിഫമേഷൻ കേസ്, പേഷ്യന്റ് പ്രൈവസി പോളിസി പലതും പറഞ്ഞ് ഞങ്ങളുടെ മേത്ത് കേസ് വരാം. ഇന്ന് രാവിലെ പോലീസ് സ്റ്റേഷനിലേക്ക് കോൾ വന്നതും അതാണ്. ദയവ് ചെയ്ത് ഇനി കൂടുതൽ എവിഡൻസസ് കൊടുക്കല്ലേ. ഡോക്ടർ ഇന്റർവ്യൂ കൊടുക്കുന്നതിനൊന്നും കുഴപ്പം, നിങ്ങളുടെ ബ്രാൻഡിനെ ബാധിക്കുള്ളൂ. എവിഡൻസ് കൊടുക്കല്, ഇത് കോടതിയിലായി. മനസ്സിലായി, ആയിക്കോട്ടെ, മനസ്സിലായി. അതെ, അതെ, അതെ. ഒരു ബുദ്ധിമുട്ടില്ല. അത് ഞാൻ പറഞ്ഞത്, യു ഇൻസ്റ്റിഗേറ്റ് ഹെർ. നിങ്ങൾ പറയും, അവിടുത്തെ പറയും, നിങ്ങൾ ഇട് എന്ന് പറഞ്ഞാൽ ഇട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ലീഗൽ നോട്ടീസ് പറയാം. ഹലോ, ഞങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്, അതിനുള്ള ഉത്തരം ഞങ്ങൾക്ക് സോഷ്യൽ മീഡിയ തന്നെ ഇട്ടേ പറ്റൂ എന്നുള്ളത് പറയാം. ഈ ബില്ലിന്റെ കാര്യമേ അവര് ഉം. പറയുന്നത് കൊടുത്തില്ല, പിന്നെ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് എഴുതി മേടിപ്പിച്ചു എന്നുള്ളത്. ആ അതെന്താ ബില്ല് അതിന് കൊടുക്കാത്തതിന്റെ ഉത്തരം കാര്യം പറയാം. എന്തായിരുന്നു? അല്ലല്ല, ബില്ല് കൊടുക്കാതിരുന്നിട്ടില്ല. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഓരോ ക്ലയന്റും ഇറങ്ങി പോണ സമയത്ത് അവർക്ക് ഹാർഡ് കോപ്പി കൊടുക്കും. ഹാർഡ് കോപ്പി അല്ലെങ്കിൽ ചില ആൾക്കാർ ഡിജിറ്റൽ കോപ്പി ആയിരിക്കും. കഴിഞ്ഞ 1.5 മാസമായിട്ട് ഞങ്ങൾക്ക് ഓഡോ എന്നൊരു സോഫ്റ്റ്വെയർ അറിയോ? ഇല്ലില്ല. ഓഡോ പ്ലാറ്റ്ഫോം. ഓഡോ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ലോകം മൊത്തമുള്ള ഒരു സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോമാണ്. അപ്പൊ ഞങ്ങളുടെ കമ്പനിയിലത്തെ ERP സിസ്റ്റം ഓഡോ സോഫ്റ്റ്വെയർ വഴി ഇപ്പോൾ ഒരു ക്ലയന്റ് ഇറങ്ങി പോകുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് എന്ന് വെച്ചാൽ ചെക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആ ബട്ടൺ അവിടെ ക്ലിക്ക് ചെയ്തെന്ന് വെച്ചാൽ ക്ലയന്റിന്റെ ഫുൾ പ്രൊസീജിയർ കഴിഞ്ഞു, അല്ലെങ്കിൽ പ്രോസസ്സ് കഴിഞ്ഞു, എല്ലാ ടച്ച് പോയിന്റ്സും കഴിഞ്ഞു എന്ന് ഫ്രണ്ട് ഡെസ്ക് ക്ലിക്ക് ചെയ്താൽ, ചെക്ക് ഔട്ട് ചെയ്തു എന്ന് ക്ലിക്ക് ചെയ്താൽ ഇമ്മീഡിയറ്റ്ലി ആ ക്ലയന്റിലുള്ള ആഫ്റ്റർ കെയർ പ്രിസ്ക്രിപ്ഷനും ബില്ലും ഓട്ടോമാറ്റിക്കലി കമ്പ്യൂട്ടർ തന്നെ ജനറേറ്റ് ചെയ്ത് അവരുടെ രജിസ്റ്റേർഡ് നമ്പറിലോട്ട് വാട്സാപ്പിലോട്ട് പോണ സിസ്റ്റം വരെ 1.5 മാസമായിട്ട് ഞങ്ങൾക്ക് ഉണ്ട്. അപ്പോ ഇവര് ഈ പറയുന്നത് വാട്സാപ്പിൽ അയക്കും എന്ന് പറഞ്ഞിട്ട് വന്നില്ലെന്നാണല്ലോ. ഇതിനിപ്പോ വീഡിയോ കോളിൽ വന്നാൽ എന്റെ ട്രിവാൻഡ്രം ക്ലിനിക്കാർ അവർ അയച്ചു കൊടുത്തിരിക്കുന്ന എന്താ പറയാ വാട്സാപ്പിന്റെ എന്താ പറയാ എല്ലാ എന്താ പറയാ സ്ക്രീൻഷോട്ടുകൾ കാണിച്ചു തരാൻ എനിക്ക് പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ വേണ്ട അനന്തു, നാട്ടിലെ 15 കൊല്ലമായിട്ടേ ആർക്കും ബില്ലൊന്നും കൊടുക്കാതെ നമുക്ക് ഒരു ബിസിനസ് ചെയ്യാൻ പറ്റില്ല. ഇന്നേ വരെ പറ്റത്തില്ല, ഞങ്ങൾക്ക് ശരിയാണ്. ഇൻകം ടാക്സ് റെയ്ഡ് ഞങ്ങൾക്ക് ഇതുവരെ വന്നിട്ടില്ല. നാട്ടിൽ ഇത്രമാത്രം, അതും വളരെ പ്രോമിനന്റ് ആയിട്ട് ഞാൻ നിന്നൊരു പാർട്ടി, ഒരു ക്ലയന്റ് വന്ന് പോകുമ്പോൾ ബില്ല് കൊടുക്കാതെ ഇങ്ങനെ ഞങ്ങൾ സർവൈവ് ചെയ്യോ? അതിന് ബില്ല് കൊടുക്കാതിരിക്കേണ്ട ആവശ്യം എന്താ? അത് പറ. അത് നമുക്ക് ചർച്ച ചെയ്യാം. കൊടുക്കാതിരിക്കേണ്ട ആവശ്യം എന്താ? ഞങ്ങൾ ക്യാഷ് ശരിയാണ്. ആയിട്ട് എടുത്തുന്നോ? ക്യാഷ് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ക്യാഷ് ആയിട്ട് എടുത്തിട്ടില്ലേ, പിന്നെ രണ്ട് സൈഡിലും തെളിവുണ്ടാവില്ലല്ലോ. അവർ ക്യാഷ് ആയിട്ട് തന്നതും ഉണ്ടാവില്ല, ഞങ്ങൾ ബില്ലും കൊടുത്തിട്ടുണ്ടാവില്ല. എന്നിട്ട് പിന്നെ നമ്മൾ ഈ ബില്ല് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഈ സൈൻ ചെയ്ത് കൊടുത്തത് പോലീസ് സ്റ്റേഷനിൽ? അത് പറഞ്ഞുതരാം. അതെന്താന്ന് വെച്ചാൽ, ഞങ്ങളുടെ ഓപ്പറേഷൻ മാനേജർ മിസ്റ്റർ വിഷ്ണുവാണ് 2-ാം തീയതി ഞങ്ങൾ റെപ്രസെന്റ് ചെയ്ത് കൊച്ചി ഓഫീസിൽ നിന്ന് തിരുവനന്തപുരത്ത് അവരെ വിളിപ്പിച്ചല്ലോ. നമ്മൾ അതെ. വിളിപ്പിച്ച സമയത്ത് നമ്മുടെ ടീം മെമ്പറും പോണല്ലോ. പോയ സമയത്ത് ഇവരാണ് പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ പറഞ്ഞത് കൊടുത്ത കാര്യങ്ങളാണ് വീണ്ടും ഇല്ല, ഞങ്ങൾക്ക് വീണ്ടും തരണം എന്നുള്ളത് എന്താ പറയാ വേണം എന്നുള്ളത് പറഞ്ഞു. ആ തരണം എന്നിട്ട് തരാലോ എന്ന് പറയുമ്പോൾ നാളത്തേക്കും തരാലോ എന്ന് പറഞ്ഞ കുട്ടി ഒരു വിഷ്ണു ഒപ്പിട്ടു. ഇല്ല, തരാത്ത സാധനം ഇനി തരും എന്നുള്ളതല്ല ഒപ്പിന്റെ അർത്ഥം. ഓക്കെ, ഇനിയും കൊടുക്കാം. തന്ന സാധനങ്ങൾ ഇനിയും തരാം. എത്ര പേര് വേണം. ഞാൻ ഇന്നലെ വിളിച്ചൊരു യൂട്യൂബറിനോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, കൊച്ചി കോർപ്പറേറ്റ് ഓഫീസിലോട്ട് വന്നേ, നിങ്ങൾ ക്യാമറയും കൊണ്ട് എല്ലാവരും വന്നേ, ഞങ്ങൾ ബില്ല് ഞങ്ങൾ നിരത്തി പിടിച്ചുകൊണ്ട് കാണിച്ചു തരാം. നിങ്ങൾക്കത് വിശ്വാസമാണെങ്കിൽ മാത്രം നിങ്ങൾ യൂട്യൂബിൽ ഇട്ടാൽ മതി. മനസ്സിലായി. പിന്നെ വേറൊരു കാര്യമേ, ഇവരുടെ ഉം. മുഖത്ത് ഇഞ്ചക്ഷൻ ചെയ്യുന്ന സമയത്ത് അത് കല്ലിച്ചു, അത് റെഡ് ആയിട്ട് വന്നു, പിന്നെ ഒരു ക്രീം കൊടുത്തു, അതിനുശേഷം കളർ ചേഞ്ച് ആയി എന്നൊരു സംഭവം അവർ പറയുന്നുണ്ട്. ആ പാടിപ്പം മുഖത്തുണ്ടോ? ലാസ്റ്റത്തെ വീഡിയോയിൽ എന്താ ഇല്ല, പറയുക വന്ന സ്ഥലത്തുണ്ടോ? അത് ആദ്യം ഒരു ചെയ്ത് ഇല്ല PRP ആയിരുന്നോ? ഇല്ല, PRP ഒന്നും നമ്മൾ ചെയ്തു കൊടുത്തിട്ടില്ല. കാരണം PRP ഒന്നും വെച്ചിട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി സ്കിന്നിനില്ല.
ഓക്കെ. BRP വെച്ചിട്ട് ഞങ്ങളെ സാധാരണ ഒരു ക്ലിനിക്കിൽ പോകുമ്പോൾ 4 BRP ചെയ്യോ, സ്കിന്നിൽ ഇന്ന ചെയ്താൽ മതി, ഒരു ഹൈഡ്രാ ഫേഷ്യൽ ചെയ്താൽ ഞങ്ങൾ ആ ഗ്രൂപ്പല്ല. ഒരു സ്കിന്നിന്റെ ക്വാളിറ്റി, പോറ്, ടെക്സ്ചർ, ടോണ് ഇതിനൊരു ഓർഡറിൽ കറക്റ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ബേസ് സിസ്റ്റമാണ്. ഓക്കെ. ഓക്കെ. അപ്പൊ ഓക്കെ. ക്വാളിറ്റി കറക്ഷൻ ആണ് ആദ്യത്തെ സ്റ്റേജ്. എന്ന് വെച്ചാൽ വീടിന് ഒരു ഫൗണ്ടേഷൻ കെട്ടുന്നത് പോലെ ക്വാളിറ്റി ഇല്ലാത്ത സ്കിന്നിന്റെ മേലെ എന്ത് ചെയ്യണമെങ്കിലും അത് നിലനിന്ന് പോവില്ല. ഫേഷ്യൽ നമ്മൾ എന്താ പറയുക, മുഖത്ത് ഫേഷ്യൽ ചെയ്യുമ്പോൾ 2-3 ദിവസത്തേക്ക് ഒരു തിളക്കം കിട്ടും. 4-ാമത്തെ 5-ാം ദിവസം പഴയ പോലെ ആവൂലേ? അത് അതെ. അവനവന്റെ ക്വാളിറ്റി ഉള്ള സ്കിന്നിന്റെ മേലെ എന്ത് ചെയ്യുന്നു അത് നിലനിന്ന് പോകുള്ളൂ. നല്ല ക്വാളിറ്റി ഉള്ള സ്കിന്നിന്റെ മേലെ നമ്മളൊരു ഓക്സിജനേഷൻ കപ്പാസിറ്റി ഫേഷ്യൽ ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലഡ് ഫ്ലോ രക്തോട്ടം മേലോട്ട് വരികയാണ്. അത് നിലനിന്ന് പോകണമെങ്കിൽ താഴ്ത്തുന്ന ക്വാളിറ്റി സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ക്വാളിറ്റിയാണ് ആദ്യം ഞങ്ങൾ നോക്കുക. ആ ക്വാളിറ്റി തന്നെ കോംപ്രമൈസ്ഡ് ആയിട്ടാണ് ഈ കുട്ടി വന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് എന്തെങ്കിലും പ്രൊസീജിയർ ചെയ്യാൻ പറ്റുമോ? അത് ഞങ്ങളുടെ റെക്കോർഡിലുണ്ട്. എന്തുകൊണ്ട് ഞങ്ങൾ 4-5 മാസമായിട്ട് 4 മാസമായിട്ട് ഒരു ട്രീറ്റ്മെന്റ് ഞങ്ങൾ എന്തുകൊണ്ട് ആ കുട്ടിയുടെ മുഖത്ത് ഞങ്ങൾ ചെയ്തില്ല? അതിനുത്തരം പറ. ഒരു പാടായിട്ട് വന്നിരിക്കുന്ന 8 കൊല്ലമായിട്ട് പാടായിട്ട് വന്നിരുന്ന മനുഷ്യന്റെ മേത്ത് ഞങ്ങൾക്ക് ലേസർ അടിക്കാം, എന്ത് വേണം ചെയ്യാലോ. അത് ചുരുക്കം ഞങ്ങൾ പറഞ്ഞാൽ ചെയ്യാൻ മുഖത്തെ സ്കിന്ന് മൊത്തം കംപ്ലീറ്റ്ലി അത്ര ഇതായിട്ടുണ്ടായിരുന്നു അല്ലേ? ഇറ്റ് വാസ് കോംപ്രമൈസ്ഡ്. അതിന്റെ സിവിയറിറ്റി ഓഫ് ദി കൺസേൺ എങ്ങനെയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എന്ന് അവര് വന്നപ്പോ ഉള്ള കണ്ടീഷനേക്കാളും മെച്ചപ്പെട്ടില്ലേ ഇപ്പോ? നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടിട്ട് എന്ത് തോന്നുന്നു? ആ പാടും കുത്തും എല്ലാം കണ്ടിട്ട് അതല്ലേ ഞാൻ ചോദിച്ചത്. മുഖത്ത് വല്ല പാടോ പൊള്ളലോ എല്ലാം കാര്യം. പിന്നെ സ്കിന്ന് ഇരുളിക്കും ഓരോ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നുള്ളത് നിങ്ങൾ നേരത്തെ പറഞ്ഞത്. അതിനുള്ള സയന്റിഫിക് എക്സ്പ്ലനേഷൻ ഞാൻ പറയാം. നമ്മുടെ സ്കിന്ന് ഓരോ ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞ് റിപ്പയർ ചെയ്യുമ്പോൾ ചുറ്റുമുള്ള സ്കിന്നിന്റെ വെള്ളം വലിച്ചെടുത്തിട്ട് സ്കിൻ ഒന്ന് റിപ്പയർ ചെയ്യുക. ആ വലിച്ചെടുക്കുന്ന സമയത്ത് ഒരു ഡീഹൈഡ്രേഷൻ സമയത്ത് ഒരു 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 3-4 ദിവസത്തേക്ക് സ്കിൻ ഒന്ന് ഡൾ ആയിട്ടാണ് സ്കിന്ന് പിക്ക് ചെയ്യുക. അത് ഏത് ട്രീറ്റ്മെന്റും അങ്ങനെയാണ്. നമുക്ക് സ്കിന്ന് മുറിഞ്ഞു കഴിഞ്ഞാലേ സ്കിന്ന് തിരിച്ചു വരുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഉരച്ചിലോ മുറിവൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു കറുത്തൊരു സ്കാബ് വരില്ലേ? ആ സ്കാബ് അതെ. വരുന്നതിന് സമയത്ത് ചുറ്റും ഒരു ചെറിയ ചൊറിച്ചിലൊക്കെ നമുക്ക് വരും. ആ ഡീഹൈഡ്രേഷൻ വരുന്നത് അതെന്താ വെച്ചാൽ സ്കിന്ന് റിപ്പയർ ചെയ്യുന്ന ഒരു ഭാഗമാണ്. ഇതൊക്കെ നേരത്തെ കൗൺസിൽഡാ. ആ ഒരു വളരെ ഒരു ചുരുങ്ങിയ സമയത്ത് 3-4 ദിവസത്തേക്ക് സ്കിന്ന് അതേപോലെ ഒറ്റ ട്രീറ്റ്മെന്റ് പ്രൊസീജിയർ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഒറ്റ പ്രൊസീജിയർ ചെയ്യുമ്പോൾ സ്കിൻ ഒന്ന് റിപ്പയർ മോഡിലോട്ട് പോകുമ്പോൾ സ്കിൻ ഒന്ന് ബാക്കിൽ നിന്ന് വലിഞ്ഞ് റിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒന്ന് ഡൾ ആവുന്നുള്ള നേരത്തെ പറഞ്ഞത്. ഡൾനെസിന്റെ പേരിലാണോ ഈ സോഷ്യൽ മീഡിയ ചർച്ച ഉള്ളത്? ആ കുട്ടിയുടെ സ്കിന്നെ അവിടെ നന്നാക്കി കൊടുത്തതിന് ഒരു ക്രെഡിറ്റും നമുക്കില്ല. ആ കുട്ടിയുടെ സ്കിൻ എങ്ങനെയായിരുന്നു എന്നുള്ളതും എന്ത് ഉപയോഗിച്ചിട്ടായിരുന്നു ഉള്ളതും അത് എത്ര നാൾ ഉപയോഗിച്ചിട്ടുള്ളതൊക്കെ ഞങ്ങൾക്ക് മെഡിക്കൽ ഹിസ്റ്ററി ഉണ്ട്. ഇനി കേസായിട്ട് മുന്നോട്ട് നീങ്ങും എവറിത്തിങ്. ഞാൻ അവരെ വേറൊരു വശം ഞാൻ പറഞ്ഞത് കേട്ടു. ഞങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എഴുതി ചേർക്കാം എന്നുള്ളത്. അതൊക്കെ വല്ല ഫോറൻസിക് എവിഡൻസസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോട്ടെ. അല്ലാതെ എനിക്ക് അതിനൊന്നും തർക്കിക്കാൻ പറ്റില്ല. ഞങ്ങൾ എന്താ എഴുതി ചേർക്കണ്ടേ? ഇവർ സ്റ്റിറോയിഡ് ഉപയോഗിച്ചെന്നോ? വേണ്ട. യൂട്യൂബിൽ ആ കുട്ടി പ്രൊമോട്ട് ചെയ്തിരിക്കുന്ന പല പ്രൊഡക്റ്റിനും സ്റ്റിറോയിഡ് കണ്ടന്റ് ഉണ്ടെന്നുള്ളത് എനിക്ക് തെളിയിക്കാലോ. ബ്രാൻഡ് വെച്ചിട്ടല്ലേ പറഞ്ഞത്. അപ്പൊ പിന്നെ ഞങ്ങൾ എഴുതി ചേർക്കണോ? എന്താ ഇത്? ഞാൻ പറയട്ടെ, ഞാൻ ഇത് ആദ്യമായിട്ട് എന്റെ ജീവിതത്തിൽ ഫേസ് ചെയ്യണം. ഒരു യൂട്യൂബോ ഒരു ഊബറോ ഒരു ഗൂഗിൾ പേ ഒന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ് ഞാൻ. സത്യം വിശ്വസിക്കണം. എന്നെ സംബന്ധിച്ച് ഞാൻ ഈ നാട്ടിലോട്ട് വന്നത് എനിക്കറിയാവുന്ന എന്റെ പണി നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ഇതിനൊരു പാഷനായിട്ട് ഞാൻ ചെയ്യുന്നതാണ്. നാട്ടുകാർക്ക് ആവശ്യമില്ലാത്ത സാധനമൊന്നും എഴുതി കൊടുക്കാറില്ല. പക്ഷെ ഓരോരുത്തരുടെ പ്രശ്നമായിട്ട് അവർ വരുമ്പോൾ ആ പ്രശ്നം ഗുരുതരമാണെങ്കിൽ അതിനനുസരിച്ചൊരു സൊല്യൂഷൻ പറയും. അതിനനുസരിച്ചുള്ള എക്സ്പെൻസ് വരും. പ്രശ്നം ഗുരുതരം നമ്മളൊരു ഒരു പ്രൊസീജിയർ ചെയ്യുന്നതിന് മുൻപ് തന്നെ നമ്മളെ കൊണ്ട് അവിടെ നമ്മൾ എന്ത് പ്രൊസീജിയറാണ് ചെയ്യാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് വ്യക്തമായും അവർ നമുക്ക് പറഞ്ഞു തരും. അതിനുശേഷം അവരുടെ എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്തതിന് ശേഷമായിരിക്കും നമ്മളെ കൊണ്ട് അവർ തരുന്ന കൺസെൻറ്റ് ഫോമിൽ നമ്മളെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കുന്നത്. അതിൽ സൈൻ ചെയ്യണോ അതോ വേണ്ടയോ എന്നത് ആ പേഷ്യൻറ്റിൻ്റെ തീരുമാനമാണ് അല്ലേ? അങ്ങനെയാണ് നമുക്കിപ്പോൾ ഈവൻ ഇതിടെ ഈ ഒരു എന്താ പറയുക, ഒരു കോസ്മെറ്റിക് ക്ലിനിക്കിൽ പോകുന്നത് മാത്രമല്ല, ഏതൊരു ഹോസ്പിറ്റൽ സൈഡിൽ പോയാലും അങ്ങനെ തന്നെ ആയിരിക്കും. ഈ കല്യാണിയുടെ ചില അന്ധ ഫാൻസ് ഉണ്ട്. കുറേ പേര് നമുക്ക് വന്ന് മെസ്സേജും കമൻറ്റിലൊക്കെ ചെയ്യുന്നുണ്ട്. ആരാണാവോ നമുക്കറിയത്തില്ല. അവരൊക്കെ ഭയങ്കര അന്ധമായിട്ടാണ് കല്യാണിനെ വന്ന് വിശ്വസിക്കുന്നത്. ഈവൻ ഞാനും ഈ കല്യാണിയുടെ അത്ര ഫോളോവർ ഒന്നല്ലായിരുന്നു ഞാൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പുള്ളിക്കാരിയുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ആ വിഷയം വന്നപ്പോഴാണ് ഞാൻ ഇവർ വീഡിയോസൊക്കെ ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയിരിക്കുന്നത്. ഇവർ മാത്രമല്ല കേട്ടോ ഈ ബ്യൂട്ടി ബ്ലോഗർ എന്ന് പറഞ്ഞാൽ. അതായത് എനിക്ക് തോന്നുന്നു ലൈഫ് സ്റ്റൈൽ ബ്ലോഗിൽ കൂടി ചെയ്തിട്ടാണ് ഇവർക്ക് പ്രൊമോഷൻ വർക്കൊക്കെ കിട്ടി തുടങ്ങി. അത്യാവശ്യം സബ്സ്ക്രൈബും എല്ലാം ഉള്ളപ്പോഴത്തേനും പ്രൊമോഷൻ വർക്കൊക്കെ ഇവർ ഒത്തിരി ബ്യൂട്ടി പ്രോഡക്ട്സിനെ കുറിച്ച് ഒന്നും അറിയാതെ ഇവർ ഇത്രയും നാൾ വന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ശരിക്കും എനിക്ക് ആ ഡോക്ടറിൻ്റെ ഇൻ്റർവ്യൂ കേട്ടിട്ട് സത്യം ആ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് എനിക്ക് അതിശയം പോയി. കാരണം പുള്ളിക്കാരിക്ക് ഭയങ്കര ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അതിൽ കൂടി നമുക്ക് മനസ്സിലാക്കണം. കാരണം കറുത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ ഫാറ്റാണ്, അതൊക്കെ ഓർത്തിട്ട് പുള്ളിക്കാരിക്ക് ശരിക്കും അതൊരു എന്തോ ഭയങ്കര വലിയൊരു നാണക്കേടാണ് എന്നൊരു ചിന്താഗതി പുള്ളിക്കാരിക്കുണ്ട്. പുള്ളിക്കാരിക്ക് ഭയങ്കര സുന്ദരിയായിട്ട്, അതായത് കറുത്തൊന്നും ഇരിക്കാൻ പാടില്ല, നല്ല സുന്ദരിയായിട്ട് എപ്പോഴും ഭയങ്കര ലുക്കായിട്ടിരിക്കണം. ഈവൻ ഈ നമ്മുടെ ബോളിവുഡ് സ്റ്റാർസിനെ കൂട്ടൊക്കെ ഉണ്ടല്ലോ, അവരെ കൂട്ടൊക്കെ നല്ല ലുക്കായിട്ടൊക്കെ ഇരിക്കണം എന്നൊരു രീതിയിൽ അവർക്ക് ആവണമായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് അവർ ഇത്രയും ലക്ഷങ്ങൾ മുടക്കിയിട്ടാണെങ്കിലും കുഴപ്പമില്ല, എനിക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അതെല്ലാം സെറ്റാക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇവർ ഈ ഡോക്ടറിൻ്റെ അടുത്ത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒന്നും അറിയാത്തൊരു ഡോക്ടറിൻ്റെ അടുത്ത് ഓടി ചെന്ന് കല്യാണിനെ ഇപ്പോൾ ഒരാൾ പോയി തല വെച്ച് കൊടുക്കുമെന്ന്?
പക്ഷെ ആ ഡോക്ടർ എന്ന് പറയുന്നത് എന്താ നല്ല വിദ്യാഭ്യാസവും നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറാണ്. നമ്മൾ സംയുക്തയുടെ ഒരു ഇൻ്റർവ്യൂവിൽ കണ്ടപ്പോഴത്തേക്ക് എനിക്കത് മനസ്സിലായത്. പുള്ളിക്കാരി പറയുന്നുണ്ട് പുള്ളിക്കാരിക്ക് ഇതൊരു പാഷനാണ്, അല്ലാതെ ഇതൊരു ബിസിനസ്സായിട്ടല്ല പുള്ളിക്കാരി കാണുന്നത്. ആ പുള്ളിക്കാരിയുടെ ഈ ഡോക്ടറുടെ ഒരു പാഷനായിട്ട്, ഞാൻ ഈ ഡോക്ടറിനെ പൊക്കി പറയണമെന്നല്ല, പക്ഷെ പുള്ളിക്കാരിയുടെ നമുക്ക് ഓരോ കാര്യങ്ങളും കേൾക്കുമ്പോൾ നമുക്ക് ആ പുള്ളിക്കാരി എത്രമാത്രം സത്യസന്ധമാണ് എന്ന് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ അവർക്ക് വേണ്ടി സംസാരിക്കുന്നത്.